അതിലേക്ക് വരാം. ദയവായി തുടരുക. ശ്രീ വി ആർ അനൂപ്, ഇവിടെ ഈ നമുക്കറിയാം ഈ വിഷയത്തിൽ ആദ്യം അഭിപ്രായം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ആദ്യം അഭിപ്രായം പറഞ്ഞ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാറുമായി ചേർത്ത് വെക്കണം. അതിനുശേഷം NSS ജനറൽ സെക്രട്ടറിയും ഈ വിഷയത്തിൽ അതിന് പ്രതികരിച്ചു. ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ തീരുമാനിക്കട്ടെ, ക്ഷേത്ര കമ്മിറ്റികൾ തീരുമാനിക്കട്ടെ. ഇന്ന് ഗണേഷ് കുമാറും അതേ അഭിപ്രായം പറയുന്നത്, അതായത് ആചാരങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമാണ്, അത് തന്ത്രിമാർ തീരുമാനിക്കണം, അതായത് ക്ഷേത്ര കമ്മിറ്റികൾ തീരുമാനിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ NSSന്റെ വേദിയിൽ നമുക്കറിയാം അന്ന് പങ്കെടുത്ത രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ്, NSSുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. ഒരാൾ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് KB ഗണേഷ് കുമാർ, മറ്റൊരാൾ NSSന്റെ വേദി ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. ആ തരത്തിൽ NSSനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? ഗണേഷ് കുമാറിന്റെ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ തിരുത്തുന്ന നില ഉണ്ടോ? ഇതിനകത്ത് കേരളത്തിൽ CPM കാലാകാലങ്ങളായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സാമുദായിക സംഘടനകളുടെ പക്ഷത്ത് നിൽക്കുന്നതും, എന്നാൽ കേരളത്തിന്റെ മുഴുവൻ പുരോഗമനത്തിന്റെ കുത്തക അവകാശം ഞങ്ങളാണ് മാറ്റത്തിന്റെ ചാലക ശക്തി എന്ന ഒരു നരേറ്റീവാണ് കാലാകാലങ്ങളിൽ CPM സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ചരിത്രം എന്താണ് യാഥാർത്ഥ്യം? കേരളത്തിൽ എല്ലാ ജാതി മത വിഭാഗങ്ങളിലെ സാമുദായിക സംഘടനകളുമായി സഖ്യം ചേർന്നിട്ടുള്ള പ്രസ്ഥാനമാണ് CPM ഇപ്പോൾ NSSനെ എതിർസ്ഥാനത്ത് നിൽക്കുമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ CPMന്റെ ചരിത്രം എന്താ? 1957 EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് തോപ്പിൽ വാസിയുടെ ആത്മകഥയിലുമുണ്ട്. VS സർക്കാരിന്റെ കാലത്ത് DGP ആയിരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ജനാർദ്ദന കുറുപ്പിന്റെ ആത്മകഥയിലുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹാശിസുകളോടെയാണ് EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. നിങ്ങൾ കുറച്ച് കൊള്ളാവുന്ന നായർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്, കൊള്ളാവുന്ന നായന്മാർ ജയിച്ചു വരുമെന്ന് പറയുന്ന NSSന്റെ അനുഗ്രഹാശിസുകളോട് കൂടിയാണ് കേരളത്തിലെ ആദ്യത്തെ ഈ പറയുന്ന ബാലറ്റിലൂടെ അധികാരത്തിൽ ലോകത്തെ ആദ്യത്തെ ഗവൺമെന്റ് എന്നിവർ അഭിമാനിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് NSS കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. C കേശവന്റെ ശബരിമല ക്ഷേത്രത്തിൽ സംഭവിച്ച അഗ്നിബാധയെ തുടർന്ന് അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ C കേശവൻ നടത്തിയ ഒരു പ്രസ്താവനയെ തുടർന്നൊക്കെ ഉണ്ടായ NSSനുണ്ടായ അസംതൃപ്തി ക്യാഷ് ചെയ്തിട്ട ആളുകളാണ്. ഇവിടെ മുസ്ലിം ലീഗുമായി കോൺഗ്രസിന്റെ ബന്ധത്തെ കുറിച്ച് പറയുന്ന ഇടതുപക്ഷക്കാരുണ്ടല്ലോ, നിരന്തരമായി അങ്ങേയറ്റം വർഗീയ ജടിലമായ പ്രസ്താവന നടത്തുന്നുണ്ടല്ലോ. കേരളത്തിൽ മുസ്ലിം ലീഗുമായി ആദ്യമായി ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ലേ? അപ്പോൾ കേരളത്തിൽ ഒരു വശത്ത് തരാതരം പോലെ എല്ലാ സാമുദായിക പാർട്ടികളും എല്ലാ സാമുദായിക ശക്തികളും വർഗീയമാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക പാർട്ടികൾക്ക്, സമുദായ സംഘടനകൾക്ക്, മതസംഘടനകൾക്ക് അതിന്റെ അഭിപ്രായം പറയാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുമായി അടുക്കാവുന്ന ഒരു ദൂരമുണ്ട്, അകൽച്ച വേണ്ട ഒരു ദൂരമുണ്ട്. പക്ഷെ അതിന്റെ അഭിപ്രായങ്ങളെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി കേൾക്കണമെന്ന അഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു പൊസിഷൻ ഉണ്ട്, അതായത് ഇത്തരം കാര്യങ്ങളിൽ ആചാരപരമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നമ്മുടെ ഭരണാധികാരികൾക്ക് അഭിപ്രായം പറയാം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പൊസിഷൻ. എങ്ങനെയാണോ? കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ട്രഡീഷൻ ഉണ്ടല്ലോ, പാരമ്പര്യമുണ്ടല്ലോ. ഇപ്പൊ ശിവഗിരി മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു. ശിവഗിരി മഠത്തിന്റെ ചരിത്രം എന്താ? കേരളത്തെ മുന്നോട്ട് നയിച്ചതിൽ കൃത്യമായൊരു പങ്കുള്ളൊരു പ്രസ്ഥാനമല്ലേ? നമ്മൾ ഈ ശിവഗിരി മഠത്തെ ഈഴവ സമുദായവുമായി ചേർത്ത് വയ്ക്കുന്നതിൽ പോലും അപാകതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലല്ലോ യാഥാർത്ഥ്യം. ശ്രീനാരായണ ഗുരുവിന്റെ രണ്ട് സംഘടനകളാണ് SNDP യോഗം. SNDP യോഗം പോലും വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമുദായ സംഘടനയല്ല. പക്ഷെ ബലത്തിന് ഇപ്പോൾ ഒരു സമുദായ സംഘടനയായി പ്രവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ ശിവഗിരി മഠം അതിന്റെ ചരിത്രത്തിൽ ഉടനീളം പുലർത്തിയ ഉന്നതമായ മൂല്യങ്ങളുണ്ട്. അതിന്റെ മഠാധിപതികളായി പല സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. ശിവഗിരി ആദ്യത്തെ തീർത്ഥാടനം നടക്കുമ്പോൾ അതിന്റെ സെക്രട്ടറി ആയ, പിന്നീട് മഠാധിപതിയായ സുഗുണാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന അരയ സമുദായത്തിൽ വന്ന ആളാ.
നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിന്റെ നേതൃസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ശ്രീ വി ആർ അനൂപ്, എന്റെ ഒരു സംശയം അതല്ല, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇത്തരം ആചാരങ്ങളിൽ ഉണ്ടാകണം. ചില ക്ഷേത്രങ്ങളിൽ, ഈഴവ ക്ഷേത്രങ്ങളിലടക്കം ഷർട്ട് ഊരി പ്രവേശിപ്പിക്കുന്ന അവസ്ഥയുണ്ട്, അത് മാറണം. അത് സ്വാമി പറയുന്നതിനോട് കോൺഗ്രസ് യോജിക്കുന്നു. അതേസമയം അതിൽ പിണറായി വിജയൻ കണ്ട യോജിപ്പ്, അതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല. അങ്ങനെയാണോ? ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശിവഗിരി മഠത്തിന് അങ്ങനെ വലിയ പാരമ്പര്യമുണ്ട്. വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അതിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ദളിതർ മുതൽ ബ്രാഹ്മണർ വരെ ആ സന്യാസ സംഘത്തിൽ ഭാഗമായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ധർമ്മതീർത്ഥർ പിന്നീട് സ്വാമി ജോൺ ധർമ്മതീർത്ഥറായിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹം ശ്രീനാരായണ ശിഷ്യനായി തുടർന്നിട്ടുണ്ട്. അത്തരമൊരു ലെഗസിയുള്ള, അത്തരമൊരു പാരമ്പര്യമുള്ള ശിവഗിരി മഠത്തിന്റെ അധിപനായ സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയെ ആരധിക്ഷേപിച്ചാലും കോൺഗ്രസ് അതിന് കൂട്ടി നിൽക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ സംഘടനയുടെ പാരമ്പര്യത്തിൽ നിന്ന് പറയാനുള്ള അവകാശമുണ്ട്. കോൺഗ്രസ് പക്ഷെ അപ്പോഴും വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടുണ്ട്. അതിന് ആരും അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സച്ചിദാനന്ദ സ്വാമികൾക്ക് എന്താണ് അർഹത എന്ന് ആര് ചോദിച്ചാലും അതിനെ കോൺഗ്രസ് തള്ളി പറയും. സച്ചിദാനന്ദ സ്വാമികൾക്ക് അർഹതയുണ്ട്, ആരേക്കാളും അർഹതയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. പിന്നെ NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിന് വ്യത്യസ്തമായൊരു നിലപാടുണ്ടെങ്കിൽ ജനാധിപത്യപരമായി അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. NSSും കോൺഗ്രസുമായുള്ള ബന്ധം എങ്ങനെയാണ്? NSS കോൺഗ്രസിനെ എതിർത്ത സന്ദർഭങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പൊസിഷൻ മനസ്സിലാകുന്നില്ല. അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വേണമെന്ന് തന്നെയാണോ, അതോ അഭിപ്രായങ്ങൾ ഇങ്ങനെ സമുദായ സംഘടനകൾക്ക് പറയാമെന്നുള്ളതാണോ? അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾക്ക് എന്നെ കേൾക്കുന്നവർക്ക് കൃത്യമായ ക്ലാരിറ്റി വരുത്തുന്ന തരത്തിലേക്കാണ് വരുന്നത്. താങ്കൾ അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ, അത് വരുന്നത് വിശദീകരിക്കുന്നത് വരെയെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് വ്യക്തമാണ്. അവിടെ കൃത്യമായി ഞാൻ പറഞ്ഞത് എന്താ, NSS എന്ന് പറയുന്ന സംഘടന, NSS ഞങ്ങളെ കോൺഗ്രസിന് എതിർത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1957 NSSന്റെ നിലപാട് കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. പിന്നീട് കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസ് വിഭജിച്ചു വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ കൂടെയായിരുന്നു NSS. പിന്നീട് വീണ്ടും അനന്ത് പത്മനാഭൻ കോൺഗ്രസിന്റെ സഹായിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ സമുദായ സംഘടന NSS ആകട്ടെ SNDP ആകട്ടെ അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ, കോൺഗ്രസ് പരിഷ്കാരത്തിന്റെ ഒപ്പമാണോ അല്ലേ എന്നുള്ളതാണല്ലോ നിങ്ങൾ ചോദിക്കുന്ന വളരെ ഡയറക്റ്റായ ചോദ്യം. അതിന് ഡയറക്റ്റായ ഒരു മറുപടി ഞാൻ പറയാം. ഇവിടെ എല്ലാ സാമൂഹിക മതപരിഷ്കരണ സംരംഭങ്ങളിലും പങ്കാളിയായ ഒരു പാർട്ടിയുടെ പേര് എന്തെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. പക്ഷെ അപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. വൈക്കത്ത് ഇത്തരം ഒരു വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ക്ഷേത്രത്തിൽ പ്രവേശനം മാത്രമല്ല, ആ സമരഘട്ടത്തിൽ പോലും അതിനെ എതിർക്കുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തിയ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസ്. ശരി, അപ്പോഴും എൻ്റെ ആ ഒരു കറക്റ്റ് ഈ വിഷയത്തിലുള്ള കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടിലേക്ക്, ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, അതിലേക്ക് താങ്കൾ വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. താങ്കൾ